ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പേരുമാറ്റം പൂർണ്ണമായി. വെള്ളയമ്പലത്തെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ലോക് ഭവൻ എന്നെഴുതിയ പുതിയ ബോർഡ് സ്ഥാപിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബോർഡ് നേരിട്ട് കണ്ട് വിലയിരുത്തി. കൊളോണിയൽ കാലത്തിന്റെ അവശേഷിപ്പുകൾക്ക് അവസാനമായെന്നും പൊതു ഇടമാണ് ഗവർണറുടെ വസതിയെന്നുമുള്ള അർത്ഥത്തിലാണ് ലോക് ഭവൻ എന്ന് പേരിട്ടതെന്നും ഗവർണർ പറഞ്ഞു. ഗവർണറുടെ ഔദ്യോഗിക വസതി പൂർണ്ണ അർത്ഥത്തിൽ ഇന്നു മുതൽ ലോക് ഭവനായി മാറി. ഔദ്യോഗിക വസതിക്ക് മുന്നിലെ പ്രധാന കവാടത്തിന് ഇരുവശവുമുള്ള ബോർഡുകൾ മാറ്റിസ്ഥാപിച്ചതോടെയാണ് പേരുമാറ്റം പൂർണ്ണമായത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലുമായാണ് പുതിയ ഫലകം സ്ഥാപിച്ചത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബോർഡ് സന്ദർശിച്ചു. കൊളോണിയൽ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായിരുന്നു രാജ്ഭവൻ എന്ന പേര്. പൊതുജനങ്ങളുടെ പക്ഷത്തു നിന്നാണ് ലോക് ഭവനായത്. പൊതുജനങ്ങളുടെ ഇടമാണ് ഗവർണറുടെ വസതി. ആ അർത്ഥത്തിലാണ് ലോക് ഭവൻ എന്ന പേര് വന്നതെന്നും ഗവർണർ പറഞ്ഞു. All these public institutions are now again going to the public. We have already trying to dispel ourselves from the colonial hangover. So because of colonial hangover we used to use Raj Bhavan and all those Rajpath, all those words. Now the government of India has already decided and we all are following that the Raj Bhavans will be known as Lok Bhavan because it is a people's Bhavan, it is public Bhavan. So that is why we have renamed it as Lok Bhavan. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പേരുമാറ്റം നിർദ്ദേശിച്ച് കഴിഞ്ഞ മാസം 25-ാം തീയതി വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. 2024 ഗവർണർമാരുടെ യോഗത്തിൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തന്നെയാണ് രാജ്ഭവനുകളുടെ പേര് ലോക് ഭവനാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. രാജ്ഭവൻ ഭരണാധികാരികളുടെ വസതി എന്നാണ് അർത്ഥം. രാജ്ഭവനുകളെ കൂടുതൽ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ലോക് ഭവൻ എന്ന് ആക്കിയത്. ജനം, തിരുവനന്തപുരം.